ഇന്ന് നമ്മൾ ഒരു 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഡിജിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡിജിറ്റ് റിവേഴ്സ് ചെയ്യുക, അത് ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കതിൻ്റെ ആ ഡിജിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുന്ന ബേസിക്സ് ഒന്ന് നോക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒരു 2 ഡിജിറ്റ് നമ്പർ കൺസിഡർ ചെയ്യുക, 14. ഈ നമ്പറിന് ഇതിൻ്റെ വാല്യൂസ് കിട്ടിയിരിക്കുന്നത് 4 എന്നുള്ളത് യൂണിറ്റ് പ്ലേസിലുള്ള നമ്പറാണ്. സോ 4 × 1 പ്ലസ് 1 ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പറാണ്. സോ 1 × 10. 10 + 4 ആണ് നമുക്ക് 14 ആയി മാറുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ഡിജിറ്റ് റിവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഡിജിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്ലേസും 10th പ്ലേസും തമ്മിലാണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ എന്ന് പറയുന്നത് 41 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 × 1 പ്ലസ് യൂണിറ്റ് ടെൻസിൻ്റെ പ്ലേസിൽ 4 ആണ്. സോ 4 × 10 40 + 1 ആണ് നമുക്ക് 41 ആവുന്നത്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ആ 2 ഡിജിറ്റ് നമ്പറിനെ കൺസിഡർ ചെയ്യാൻ. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ XY ആണ് എൻ്റെ 2 ഡിജിറ്റ് നമ്പർ എന്നെടുക്കുക. ഈ ഡിജിറ്റിനെ ഞാൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന നമ്പർ YX-ഉമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലേസ് വാല്യൂ വെച്ച് നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ വൈയും ടെൻസിൻ്റെ പ്ലേസിൽ എക്സും ആണ്. അപ്പോൾ അതിൻ്റെ ഡിജിറ്റിൻ്റെ വാല്യൂ നോക്കിയാൽ 10 × X പ്ലസ് Y × 1 അങ്ങനെയാണ് വരുന്നത്. Y × 1 Y ആണ്. സോ 10x + y എന്നുള്ളതാണ് ഈ ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ വാല്യൂ വരുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ YX എന്നുള്ള റിവേഴ്സ്ഡ് ഡിജിറ്റ് റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന നമ്പറിൻ്റെ വാല്യൂ എഴുതുകയാണെങ്കിൽ ടെൻസിൻ്റെ പ്ലേസിൽ ഇവിടെ y ആണ്. സോ നമുക്ക് 10y + x എന്നുള്ളതായിരിക്കും അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പറയാം ഒരു 2 ഡിജിറ്റ് നമ്പറും അതിൻ്റെ ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്താൽ കിട്ടുന്ന 2 ഡിജിറ്റ് നമ്പറും തമ്മിൽ ആഡ് ചെയ്യുന്ന നമ്പർ. അപ്പോൾ ഞാനിവിടെ ഇപ്പം XY-യും YX-ഉം തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് നോർമലി നമ്മൾ ഈ ഒരു പ്ലേസ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കേസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. അതായത് 10x + y-യും 10y + x-ഉം ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 10x + x ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11x എന്നും 10y + y ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11y എന്നും കിട്ടും. അതായത് ഒരു 2 ഡിജിറ്റ് നമ്പറും അതിൻ്റെ ഡിജിറ്റ് റിവേഴ്സ് ചെയ്ത 2 ഡിജിറ്റും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞത് 11 ടൈംസ് x + y എന്നതാണ്. അപ്പോൾ ആ ഒരു 2 ഡിജിറ്റ് നമ്പറും അതിൻ്റെ ഡിജിറ്റ് റിവേഴ്സ് ചെയ്ത നമ്പറും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ഓൾവേസ് 11 ടൈംസ് ആ ഡിജിറ്റിൻ്റെ സം ആയിരിക്കും വരുന്നത്. അതേ സ്ഥാനത്ത് നമുക്ക് ഈ ഒരു 2 ഡിജിറ്റ് നമ്പറും അതിൻ്റെ റിവേഴ്സ്ഡ് ഡിജിറ്റായിട്ട് കിട്ടുന്ന 2 ഡിജിറ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ, അതായത് XY - YX കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത്, നമ്മൾ വാല്യൂസ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ, 10x + y മൈനസ് 10y + x. ഞാനിവിടെ കാണുന്നത് XY-യും YX-ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് XY-യും YX-ഉം തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടിയതാണ് ഇത്. ഇതുപോലെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10x - x 9x ആവും, y - 10y - 9y ആവും. അതായത് നമുക്ക് XY-യും YX-ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് 9 ടൈംസ് x - y എന്നാണ്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ അത് ഡിജിറ്റിൻ്റെ ഡിഫറൻസിൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ കൺസിഡർ ചെയ്ത പോലെ ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ 3 ഡിജിറ്റ് നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യാം. ഒരു 3 ഡിജിറ്റ് നമ്പർ എടുക്കാം. XYZ എന്നുള്ളതാണ് എൻ്റെ 3 ഡിജിറ്റ് നമ്പർ. ഇതിൻ്റെ ഡിജിറ്റ് ഞാൻ റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഡിജിറ്റ് റിവേഴ്സ് ചെയ്യാമെന്ന് മാത്രമായിരിക്കണം എന്നില്ല പറയുക, അതിൻ്റെ ഫസ്റ്റ് പ്ലേസിലുള്ളതും 100th പ്ലേസിലുള്ളതും അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്സ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിലും പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ എന്താണ്? ZYX. ഓക്കെ, അതായത് നമ്മൾ നമ്പേഴ്സിൽ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ 123 ആണെങ്കിൽ ഇതിൻ്റെ ഡിജിറ്റ് റിവേഴ്സ് ചെയ്ത് 321 എന്ന് എഴുതുന്ന പോലെ. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ 2 ഡിജിറ്റിൻ്റെത് കൺസിഡർ ചെയ്ത പോലെ പ്ലേസ് വാല്യൂസ് വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈ എക്സിൻ്റെ പ്ലേസ് 100th പ്ലേസ് ആണ്. സോ നമ്പർ എഴുതുമ്പം 100x + 10y + z എന്നുള്ളതാണ് ആ ഒരു 3 ഡിജിറ്റ് നമ്പറിൻ്റെ വാല്യൂ. അതേ സ്ഥാനത്ത് ZYX ആണെങ്കിൽ Z 100th പ്ലേസിലാണ്. സോ 100z + 10y +
എക്സ് എന്നാണ് വരുന്നത്. ഇവിടെ നോർമലി നമ്മൾ ഈ 3 ഡിജിറ്റ് നമ്പേഴ്സ് വരികയാണെങ്കിൽ അഡീഷൻ ചോദിക്കില്ല, സബ്ട്രാക്ഷൻ ആയിരിക്കും. കാരണം അഡീഷൻ ഒരു പ്രത്യേകിച്ച് പാറ്റേൺ ഇല്ല. സബ്ട്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു 3 ഡിജിറ്റ് നമ്പറും അതിൻ്റെ ഡിജിറ്റ് റിവേഴ്സ് ചെയ്ത 3 ഡിജിറ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളങ്ങനെ അതായത് എക്സ് വൈ സെഡും മൈനസ് സെഡ് വൈ എക്സും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, നമ്മൾ ഇവിടുത്തെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. അതായത് 100x പ്ലസ് 10y പ്ലസ് ഇസഡ് മൈനസ് 100z പ്ലസ് 10y പ്ലസ് എക്സ്. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 100x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 99x ആണ്. 10yയും 10yയും ക്യാൻസൽ ആയി പോവും. ദെൻ z മൈനസ് 100z മൈനസ് 99z എന്നാണ് വരുന്നത്. സോ 99 ടൈംസ് എക്സ് മൈനസ് ഇസഡ് എന്നുള്ളതാണ് ആ ഒരു 3 ഡിജിറ്റ് നമ്പറും അതിൻ്റെ ഡിജിറ്റ് റിവേഴ്സ് ചെയ്ത നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. നേരത്തെ നമ്മൾ 2 ഡിജിറ്റിൻ്റെ എടുത്തപ്പോൾ നമുക്ക് 9 ടൈംസ് എക്സ് മൈനസ് വൈ വന്നു ഡിഫറൻസ് എടുത്തപ്പം. അതേ സ്ഥാനത്ത് അതൊരു 3 ഡിജിറ്റ് നമ്പർ ആകുമ്പം അത് അതിൻ്റെ മിഡിൽ ടേമിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് മാത്രമാണ്. അതും 99 ടൈംസ് എക്സ് മൈനസ് ഇസഡ് ആയിട്ടാണ് നമുക്ക് ആ ഒരു 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ റിവേഴ്സ് ചെയ്ത ഡിജിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്താൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡിജിറ്റ് റിവേഴ്സൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് UPSCയിൽ വന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇത് ഒരു 2024 ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 ഡിജിറ്റ് നമ്പർ എക്സും 2 ഡിജിറ്റ് നമ്പർ വൈയും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പം കിട്ടുന്ന എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന് എത്ര പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നത് ഇവിടെ എക്സ് വൈയും ആയതുകൊണ്ട് ഞാൻ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ AB എന്ന് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഡിജിറ്റ് റിവേഴ്സ് ചെയ്താൽ കിട്ടുന്ന നമ്പർ BA. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. അതായത് ഇത് രണ്ടും തമ്മിൽ നമ്മൾ സം ചെയ്താൽ കിട്ടുന്നത് ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പറായ 99 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 11 ടൈംസ് A പ്ലസ് B ആണെന്ന് നമുക്കറിയാം. സോ 11 ടൈംസ് A പ്ലസ് B എന്ന് പറയുന്നതാണ് 99. അപ്പോൾ A പ്ലസ് B എന്ന് പറയുന്നത് 9 ആണ്. അതായത് ആ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഡിജിറ്റിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. അപ്പോൾ നമ്മൾ ഏതെല്ലാം 2 ഡിജിറ്റ് നമ്പേഴ്സിൽ ഡിജിറ്റിൻ്റെ സം 9 വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ എനിക്ക് 81 എന്നുള്ള കേസ് എടുക്കാം. 81ൽ 8ഉം 1ഉം നമ്മൾ ആഡ് ചെയ്താൽ 9 ആണ്. അതേപോലെ തന്നെയാണ് 18, അവിടെയും നമുക്ക് കൺസിഡർ ചെയ്താൽ 9 ആണ്. 72 അല്ലെങ്കിൽ 27, പിന്നെ വരുന്നത് 63 അല്ലെങ്കിൽ 36, 54 അല്ലെങ്കിൽ 45. നമുക്ക് ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. 90 നമുക്ക് എടുത്താൽ 2 ഡിജിറ്റ് നമ്പറാണ്, സമ്മ് ഡിജിറ്റിൻ്റെ സമ്മ് 0 ആണ്. പക്ഷേ അത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? അവിടെ നമുക്ക് 09 എന്നുള്ളത് ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു പോസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. കാരണം വൈയും അനദർ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു പോസിബിലിറ്റി എടുക്കില്ല. ബാക്കിയുള്ളത് നമുക്ക് വരുന്നത് എന്താണ്? ഈ 4 കേസും അതിൻ്റെ റിവേഴ്സ്ഡ് കേസും ഇതിൽ പോസിബിൾ ആണ്. സോ മൊത്തത്തിൽ നമുക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? എക്സിന് ഇതിലേത് പോസിബിലിറ്റി വേണമെങ്കിലും നമുക്കെടുക്കാം. സോ എക്സിന് 8 പോസിബിലിറ്റീസ് ആണ് വരുന്നത്. ഇത് 2017 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ആ 2 ഡിജിറ്റ് നമ്പറും അതിൻ്റെ ഡിജിറ്റ് റിവേഴ്സ് ചെയ്ത നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ഓൾവേസ് 27 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളെ എക്സ് വൈയും വൈ എക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ 27 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 2 ഡിജിറ്റ് നമ്പറും അതിൻ്റെ ഡിജിറ്റ് റിവേഴ്സ് ചെയ്ത നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 9 ടൈംസ് എക്സ് മൈനസ് വൈ എന്ന്. അത് 27 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നത്. സോ എക്സ് മൈനസ് വൈ എന്നുള്ളത് 3 എന്ന് കിട്ടും. അതായത് ഡിജിറ്റിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കണം? 3 ആയിരിക്കണം. അപ്പോൾ ഡിജിറ്റിൻ്റെ ഡിഫറൻസ് 3 വരുന്ന എല്ലാ പോസിബിലിറ്റീസും നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ 4ഉം 1ഉം എടുത്തു. 4ഉം 1ഉം എടുക്കുകയാണെങ്കിൽ 4 മൈനസ് 1 3 ആണ് വരുന്നത്. അതേപോലെ 14 എന്നുള്ളത് എടുക്കാം. അവിടെയും 4 മൈനസ് 1 എന്നുള്ളത് 3 ആണ് വരുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് 52 ആൻഡ് 25, അതുപോലെ 63 ആൻഡ് 36. ഇവിടെ എഴുതുമ്പോൾ തന്നെ നമുക്ക് ആൻസർ മോർ ദാൻ 5 വന്നു. നൺ ഓഫ് ദി എബോവ് ആണെന്നറിയാം. ബാക്കി പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഏതാണ്? 74, 47 വരാം, 85 ആൻഡ് 58 വരാം, അതുപോലെ 96, 69. ഇത്രയും പോസിബിലിറ്റീസ് വരാം.
അതുപോലെ തന്നെ ഇവിടുത്തെ കേസിൽ നമുക്ക് 30 എന്നുള്ള ഒരു ഡിജിറ്റും കൂടി എടുക്കാം. കാരണം ഇവിടെ കേസിൽ ഒരു 2 ഡിജിറ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡിജിറ്റ് റിവേഴ്സ് ചെയ്ത നമ്പർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് 2 ഡിജിറ്റ് ആയിരിക്കണം എന്ന് മസ്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ 30 എന്നുള്ള നമ്പർ പോസിബിലിറ്റീസും കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി 13 പോസിബിലിറ്റീസ് വരും. ഇവിടെ ഈ 30 കൺസിഡർ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ ഒരു 2 ഡിജിറ്റ് നമ്പർ ആവണമെന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് 13 കൂടെ കൺസിഡർ ചെയ്യാം. എന്ത് തന്നെയാണെങ്കിലും ഇത്രയും തന്നെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സ് നമുക്ക് മോർ ദാൻ 5 വരുന്നുണ്ട്. അപ്പോൾ നൺ ഓഫ് ദി എബോവ് ആയിരിക്കും ആൻസർ വരുന്നത്. ഇത് നമ്മൾ നേരത്തെ 2 ഡിജിറ്റ് കഴിഞ്ഞപ്പോൾ 3 ഡിജിറ്റിൻ്റെ ഡിജിറ്റ് റിവേഴ്സൽ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2018 ചോദിച്ചിരിക്കുന്നതാണ്. A number consists of 3 digit which middle one is 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. And their sum is, അതായത് ഡിജിറ്റിൻ്റെ സം 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Number formed by interchanging the first and last digit is greater than the number itself by 198 എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നമ്പർ ഇങ്ങനെയാണ്. എക്സ് മിഡിലത്തെ നമ്പർ y ഇവിടെ ആക്ച്വലി 0 ആണ്. എക്സ് വൈ സെഡിൽ ഇത് 0 ആണ്. അതുപോലെ തന്നെ ഇതിനെ റിവേഴ്സ് ചെയ്താൽ കിട്ടുന്നത് Z0x എന്നുള്ളതായിരിക്കും. നമ്മുടെ എക്സ് വൈ സെഡും സെഡ് വൈ എക്സും പോലെ. ഇതിൻ്റെ നമ്മൾ ഓൾറെഡി എക്സ് വൈ സെഡ് ആണ് നമ്മുടെ 3 ഡിജിറ്റ് നമ്പർ. അതിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സെഡ് വൈ എക്സ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ആ മിഡിൽ നമ്പറിന് ഡിപ്പെൻഡ് ചെയ്യില്ല. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 99 ടൈംസ് എക്സ് മൈനസ് ഇസെഡ് എന്നുള്ളതാണ്. ഇവിടെയും ആ ക്വസ്റ്റ്യനിൽ നമ്പറും അതിൻ്റെ ഡിജിറ്റ് റിവേഴ്സ് ചെയ്ത നമ്പറും തമ്മിൽ ഫോം ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 198. സോ 99 ടൈംസ് എക്സ് മൈനസ് സെഡ് ആണ് നമുക്ക് 198 എന്ന് വരുന്നത്. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നതും ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി കിട്ടുന്നതേ അത് തന്നെയാണ്. അപ്പോൾ എക്സ് മൈനസ് സെഡ് എന്ന് പറയുന്നത് ഫസ്റ്റും ലാസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് 198 ഡിവൈഡഡ് ബൈ 99. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്താണ്? 2 ആണ്. സോ 2 ടൈംസ് 99 ആണ് 198. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇവിടുന്ന് ഡയറക്റ്റ് തന്നെ കിട്ടും. താങ്ക് യു.